റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സത്യത്തിൽ അങ്ങനെ പറയുന്ന നമ്മൾ തന്നെയല്ലേ ഇതിന് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതും. ഒരു സംഭവം ഉണ്ടായാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ആർക്കും താല്പര്യമില്ല. ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽസ് ഷെയർ ചെയ്യുന്നതിനും റീപോസ്റ്റ് ചെയ്യുന്നതിനും മുമ്പേ പലതവണ ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അതൊന്നും എന്തായാലും റീച്ച് ആകുകയില്ല, ആരും കാണുകയില്ല, കണ്ടാലും ശ്രദ്ധിക്കത്തുമില്ല. നമ്മൾ ഇത്തരത്തിലൊരു വീഡിയോ കാണും, ഉടനെ അടുത്തൊരു ഫ്രണ്ടിന് ഷെയർ ചെയ്യും, അവരത് കാണും, ഉടനെ അവൻ അടുത്തൊരാൾക്ക് സെൻഡ് ചെയ്യും, അല്ലേ? അങ്ങനെ എത്ര പേര് അറ്റ് എ ടൈം ഇത് കാണുകയും അടുത്തൊരാൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നോണ്ടല്ലേ ഇത് റീച്ച് കൂടുന്നത്. അപ്പൊ അയാളുടെ മരണത്തിന് ഒരു രീതിയിൽ ആ വീഡിയോ ഷെയർ ചെയ്തവർക്കും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗം ഒരു ചെറിയ കാര്യമല്ല, വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കണ്ടില്ലേ, ഒരു വ്യക്തിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കാൻ അത്ര കഴിവുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. എല്ലാവരും ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, പറയാനല്ലേ പറ്റുള്ളൂ. നമ്മളുടെ ഈ ഒരു ഫോണിന്റെ സ്ക്രീനിന് പിന്നിൽ ഒരുപാട് പേരുടെ ജീവനും ജീവിതവും ഉണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക.